കോളേജിലല്ല, കേരളത്തിൽ ടോപ്പ് കോളേജിലോ ഒപ്പം കിട്ടാതെ സീറ്റ് പോയ കുറച്ച് താഴെയുള്ള കോളേജിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലോ പഠിക്കുന്നവരായിരിക്കും. അവർക്ക് നോർമൽ കോളേജിൽ നിന്ന് എങ്ങനെ അടിപൊളിയൊരു പ്ലേസ്മെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ പറയാവുന്നത്. ഈ വീഡിയോയിൽ ഓരോ ബ്രാഞ്ചിന് സ്പെസിഫൈ ചെയ്തിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഓവറോളായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഓരോ ബ്രാഞ്ചിന് സ്പെസിഫൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, നമ്പർ 1 കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് ഡേ 1 തൊട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ഇംഗ്ലീഷ് ബുക്ക് വായിക്കാം, ഇംഗ്ലീഷ് കണ്ടൻസ് വാച്ച് ചെയ്യാം, ഇതൊക്കെ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇംഗ്ലീഷ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങൾ പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇംഗ്ലീഷ് മാക്സിമം ഇമ്പ്രൂവ് ശ്രമിക്കുക. രണ്ടാമത്തത് ലിങ്ക്ഡിനാണ്. ലിങ്ക്ഡിൻ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ജോബ് ലഭിക്കുന്നൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് ജോബ് കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു റെസ്യൂം ആയിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ. അപ്പോൾ നിങ്ങളത് പക്ക ആക്റ്റീവായിട്ട് ശ്രമിക്കാം. മൂന്നാമത്തത് ഇൻറ്റേൺഷിപ്പാണ്. സെക്കൻഡ് ഇയർ മുതൽ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ഫ്രീ ആയിട്ടാണെങ്കിലും ചെയ്ത് തുടങ്ങാം. അത് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ആഡ് ചെയ്യാം. എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അത് പ്ലേസ്മെൻറ്റിന് ഉറപ്പായിട്ടും ഉപകരിക്കും. നാലാമത് സർട്ടിഫിക്കറ്റാണ്. കോഴ്സെറ, NPTEL പോലത്തുള്ള സൈറ്റിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഫ്രീ ആയിട്ടുള്ള കോഴ്സൊക്കെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ കോഴ്സ് ഞാൻ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിട്ട്. പിന്നെ അഞ്ചാമത്തെ പ്രൊജക്റ്റ്. ഫൈനൽ ഇയർ ആകുമ്പോഴേക്ക് ഒരു പ്രൊജക്റ്റ് റെസ്യൂമിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉറപ്പായും ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓവറോൾ ഒരു നോർമൽ കോളേജിൽ നിന്നാണെങ്കിലും നല്ല പ്ലേസ്മെൻറ്റ് ചെയ്തത്. ഇനി ഞാൻ ഓരോ ബ്രാഞ്ചിനും സ്പെസിഫൈ ചെയ്തിട്ട് എന്തൊക്കെ പഠിക്കണമെന്നൊക്കെ. ഒന്നാമത്തത് CS, DSA ആണ് അവർക്ക് മെയിനായിട്ട് ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം. അതിപ്പം തന്നെ ഒന്ന് ബേസിക് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും സിലബസിൽ അത് ഉണ്ടായിരിക്കും, എന്നാലും ഇപ്പം ബേസിക് ഒന്ന് നോക്കി വെക്കാം. പിന്നെ GitHub പ്രൊഫൈൽ ബിൽഡ് ചെയ്യാം, എന്നിട്ട് ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത് ഈസിക്കാർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈസിക്കാർ VLSIൻ്റെ ബേസിക്സും മാത്ത് ലാബ് ഇതൊക്കെ നോക്കി വെക്കാം. പിന്നെ പൈത്തണും മെഷീൻ ലേണിങ്ങിൻ്റെ ബേസിക്സ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോണസായിട്ട് ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ട്രിപ്പിളിക്കാർ മാത്ത് ലാബും എംബഡഡ് C നോക്കാം. പിന്നെ IoTൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ മെക്കാനിക്കൽ ഓട്ടോ കാഡ് ഉറപ്പായിട്ട് നോക്കണം. പിന്നെ CNCൻ്റെ ബേസിക്. പിന്നെ ഇവരും പൈത്തൺ മെക്കാനിക്കലാണെങ്കിലും പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ചിലപ്പോൾ കമ്പനീസ് അങ്ങനെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള പ്ലേസ്മെൻറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഓരോ ആൾക്കാരെ കണ്ടെത്തി നെറ്റ്വർക്ക് ചെയ്യുക. അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേ അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, നിങ്ങൾ കോളേജ് നോർമലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.